ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാവേ. കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു മീനാണ് ജെയിൻറ്റ് ഗൗരാമീൻ, അതായത് നമ്പൂതിരി മീനെന്ന് പറയും. അപ്പം ആ മീൻ ഇട്ടിരിക്കുന്ന ഫിഷ് ടാങ്കാണിത്. ഇതിനകത്ത് അവനെ കൂടാതെ കുറേ വരാൽ, ചെമ്പല്ലി അവരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവനെ നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചാക്കി കൊടുക്കാം. ഇപ്പം ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആള് അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഇപ്പം കുറേ വർഷങ്ങളായതാണ്. ഇവനൊരു ജോഡിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് വർഷം മുമ്പ് തന്നെ ചത്തുപോയി. എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒരുമിച്ചിട്ടാൽ ഇവർ തമ്മിൽ നല്ല ഇടി കൂടും. ഈ ജെയിൻറ്റ് ഗൗരാമി മീനിൻ്റെ വലിയൊരു പ്രത്യേകതയാണിത്. ഇതിൻ്റെ ജോഡി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതേ വർഗ്ഗത്തിൽ വേറൊരു മീനെ കൊണ്ടുവന്നിട്ടാലോ ഈ മീൻ അതിനിട്ട് നല്ല ഇടി കൊടുക്കും. അതെന്ന് വെച്ചാൽ ആ ടാങ്കിൻ്റെ ഒരു സൈഡിലോട്ട് ആ മീനെ നിർത്തിയിട്ട് ഈ മീനിൻ്റെ തല വെച്ചിട്ട് നന്നായിട്ട് ഇടി കൊടുക്കും. അങ്ങനെ പരിക്ക് പറ്റിയാണ് ഇതിൻ്റെ പേര് ചത്തുപോയത്. അപ്പം അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട് ഇവന്. അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ കുളത്തിൽ ഒരുപാട് വെള്ളമുള്ളിടത്ത് വളർത്തുന്നതിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കറിയത്തില്ല. ഇങ്ങനെ ടാങ്കിലിടുമ്പം നമ്മൾ വേറൊരു ടാങ്കിലായിരുന്നു നേരത്തെ ഇട്ടിരുന്നത്. അപ്പോഴും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ ഇതിപ്പം ബ്ലാക്ക് കളറിലെ ജെയിൻ്റാണ്. നമുക്ക് ഇതിൻ്റെ തന്നെ വൈറ്റ് കിട്ടും. വൈറ്റ് ഇവനെ പോലെ എത്രയും വലുതായത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അവനെ കൂടെ ഇട്ടിട്ട് അവനെ നല്ല ഇടി കൊടുത്തു ഇവൻ. അങ്ങനെ അതും ചത്തുപോയി. ഇപ്പം ഇവൻ മാത്രമേ ഉള്ളൂ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടെ കുറേ വരാലുകളും ചെമ്പല്ലികളും ഉണ്ട്. അവന്മാരെ ഇട്ടിട്ടുണ്ട്. അവന്മാർക്കൊന്നും വലിയ പ്രശ്നമില്ല, അവന്മാരെ ഒന്നും ഉപദ്രവിക്കത്തില്ലെന്ന് തോന്നുന്നു. ഇവൻ്റെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളെയാണ്, അതായത് ജെയിൻറ്റ് ഗൗരാമിയെ തന്നെയാണ് ഇവൻ ആക്രമിക്കുന്നത്. വരാല്, ചെമ്പല്ലി അതിനൊന്നും ചെയ്യത്തില്ല എന്തായാലും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബിരുദം നമ്പൂരിച്ചൻ, നമ്മുടെ ഗുണ്ട നമ്പൂരിച്ചൻ എങ്ങനെയുണ്ട്? ഈ നമ്പൂരിച്ചനെ എല്ലാവർക്കും ഇഷ്ടമായോ? അതേപോലെ നമ്മുടെ ചാനലും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.